ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? രമ്യ ഡോക്ടറെ കാണിച്ചു വന്നത് അപ്പു അതമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരുമോ അതമ്മ? ഇല്ല മോളെ, ഐസ്ക്രീം ഷേക്ക് തുടങ്ങിയവയൊക്കെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയിട്ട് കാലങ്ങളായി. നീ വേറെ എന്ത് പറഞ്ഞാലും ഈ അതമ്മ വാങ്ങിത്തരും. എനിക്കൊന്നും വേണ്ട. അത് പറഞ്ഞ് മുൻപേ നടന്നു. പിന്നിൽ ചിരിയോടൊപ്പം. പിന്നീട് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് രമ്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. രമ്യ വീട്ടിലാക്കി അവൾക്ക് സഹായത്തിനായി ഭാനുമ്മയുടെയും കല്യാണിന്റെയും വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പു രാവിലെ മുതൽ നീലനെ കാത്തിരിക്കുകയാണ്. നീ എന്താ രാവിലെ തുടങ്ങിയതാണല്ലോ ഇരുത്താം? അവിടെ ആരാതിനുള്ളത്? ഏട്ടനരികിലേക്ക് നോക്കിയിരിക്കുന്ന അപ്പുവിനോട് അരുൺ ചോദിച്ചു. ഞാൻ എൻ്റെ നീലനെ കാത്തിരിക്കുക. അപ്പൊ നീ അറിഞ്ഞില്ലേ? എന്ത്? കാർത്തി ഇന്ന് വരില്ല. അതെന്താ? രമ്യ വീട്ടിലേക്ക് അവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ടത്രേ, അതുകൊണ്ട് നാളെ വരുള്ളൂ. അത് കേട്ടത് അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. അപ്പൊ നേരെ റൂമിൽ പോയി കിടന്നു. നീലനെ കാണാനാണ് ഇത്രയും നേരം കാത്തിരുന്നത് പോലും. എന്നിട്ട് അവൻ വരാതിരുന്നപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടം ഒരുമിച്ച് വന്നിരുന്നു. നീല? എന്തോ? നീല അറിഞ്ഞേ, നിനക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടാരെയാ? നിന്നെയാണെന്ന് പറയണായിരിക്കും. അതിനു വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു ചോദ്യം? ആണെന്ന് കൂട്ടിക്കോ. ഈ നീലൻ ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാനും ഇങ്ങനെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ദേഷ്യപ്പെടാനും എൻ്റെ പെണ്ണല്ലാതെ വേറെ ആരോ ഉള്ളത്? അപ്പൊ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനോടായിരിക്കില്ലേ ഈ നീലിന് കൂടുതൽ ഇഷ്ടം? അവളുടെ പിൻകഴുത്തിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആ സ്വപ്നം വീണ്ടും തന്നെ തേടിയെത്തിയതും നീലൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ഹോസ്പിറ്റലിൽ നിന്ന് രമ്യ വീട്ടിലാക്കി തിരിച്ചു വരുമ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. കുറച്ചു ദിവസത്തെ ആശുപത്രി ജീവിതം അവനെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ബസ്സിൽ കയറിയതും ഉറങ്ങിപ്പോയി. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് അവൻ ചുറ്റും നോക്കി. ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടില്ല. ഇനിയും അരമണിക്കൂർ കൂടെയുണ്ട്. കൺകൾ നീയേ, കാറ്റും നീയേ, തൂണും നീ, തുറുമ്പിൽ നീ, വണ്ണം നീയേ, വാനും നീയേ, ഊണും നീ, ഉയരും നീ. പല നാൾ കനവേ, ഒരു നാൾ നനവേ, ഏക്കങ്ങൾ ബസ്സിൽ ഉയർന്നു കേട്ടുന്ന പാട്ടിനനുസരിച്ച് അവൻ താളം ഇട്ടുകൊണ്ടിരുന്നു. എന്തുകൊണ്ടോ ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് അപൂർണയുടെ മുഖമാണ്. തൻ്റെ മനസ്സിലുള്ള ഭാര്യാസങ്കല്പവുമായി ഒരു ബന്ധവുമില്ലാത്തവളാണ് അവൾ. എന്നിട്ടും താൻ എപ്പോഴും അവളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അതെങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അത് അവളോട് തനിക്ക് സ്നേഹം മാത്രമല്ല, അതിനേക്കാൾ ഉപരി മറ്റെന്തൊക്കെയോ ഫീലിങ്സ് ആണ്. അവളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കയറി വന്ന് നീലം ഫോൺ എടുത്തു. 12 മണി വരെ എപ്പോഴാ വരിക നീല എന്ന ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. നീലൊരു പുഞ്ചിരിയോടെ കോൾ ചെയ്തു. ഒരു വട്ടം റിങ് ചെയ്തിട്ട് എടുക്കുന്നില്ല. രണ്ടാമത് വിളിച്ചപ്പോൾ കോൾ കട്ട് ചെയ്തു അവൾ. ഒപ്പം വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജും. ഇനി നീ എന്നോട് മിണ്ടണ്ട നീല. ഇവിടെയുള്ളവരെ പോലെ നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിയല്ലേ? ഞാൻ അത്ര പൊട്ടിയൊന്നല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നുണ്ട് ഈ അപൂർണ ആരാന്ന്. പകുതിയും കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അത് കണ്ട് നീലൻ ടെൻഷനോടെ അപ്പുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൾ കോൾ എടുത്തില്ല. അരുണിനെ വിളിച്ചെങ്കിലും അവനും എടുത്തില്ല. പിന്നീടുള്ള നിമിഷങ്ങൾ നീലം വല്ലാത്ത വെപ്രാളത്തിലായിരുന്നു. പോകുന്ന വഴി ക്ലബിലൊന്ന് കയറണമെന്നൊക്കെ കരുതിയിരുന്നെങ്കിലും അപ്പുവിൻ്റെ ശബ്ദം കേട്ടതോടെ അവൻ ബസ് ഇറങ്ങിയത് നേരെ പോയത് അരുണിൻ്റെ വീട്ടിലേക്കാണ്. വീടിനകത്തേക്ക് കയറിയതും അമ്മ അവനെ കണ്ട് പുഞ്ചിരിയോടെ വന്നു. അവളെവിടമ്മ? നീലം വെപ്രാളത്തിൽ ചോദിച്ചു. അവൾ റൂമിലുണ്ട്. ആ പെണ്ണിനെന്താ പറ്റിയാവോ? ഉച്ചയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയതാ, വന്നില്ല. അമ്മ പറഞ്ഞതും നീലം വേഗം റൂമിലേക്ക് നടന്നു. അപൂർണ? ബെഡിൽ ചുരുണ്ടു കൂടി കിടക്കുന്നവളെ നോക്കി വിളിച്ച അപ്പു തിരിഞ്ഞു നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന നീലന്റെ കണ്ണുകൾ വിളർന്നു. നീല, നീ ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടോ? വരില്ലെന്നോ? ആരാ പറഞ്ഞേ? അരുണേട്ടൻ. ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല.
നീലൻ അവളുടെ അടുത്തായിരുന്നു. ആ, നീ എത്തിയോ കാത്തി? ഞാൻ കരുതി രാത്രിയാവും എത്താന്ന്. അപ്പോഴേക്കും അരുൺ റൂമിലേക്ക് എത്തിയിരുന്നു. നീ എന്തിനാ അരുൺ എന്നെ പറ്റിച്ചേ? നീലം വരില്ല എന്ന് എന്തിനാ പറഞ്ഞേ? വെറുതെ, ജസ്റ്റ് ഫോർ എ രസം, അവൻ ചിരിയോടെ പറഞ്ഞു. നീ ഒന്ന് വന്നേ, നീ ചോദിക്കട്ടെ. നീലൻ അരുണിന്റെ തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പുവിനെ വെറുതെ പറ്റിക്കാനാണ് അരുൺ അങ്ങനെ പറഞ്ഞത്. അതിന്റെ പേരിൽ അപ്പു മിണ്ടാതെ റൂമിൽ വന്ന് കിടന്നതും ഫുഡ് കഴിക്കാതിരുന്നതും അരുൺ അറിഞ്ഞില്ല. നമുക്ക് ഇറങ്ങാം പൂർണ്ണ. കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് നീലൻ ചോദിച്ചതും അപ്പു പോവാൻ റെഡിയായി. ആരതി അപ്പോഴേക്കും നീലന് കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവന്നിരുന്നു. എനിക്ക് വേണ്ട ആരതി, നീലൻ പറഞ്ഞതും അവൾ അത് അപ്പുവിന് നേരെ നീട്ടി. നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലാലോ, ഇത് കുടിക്കപ്പോ. ആരതി ജ്യൂസ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ശേഷം അടുക്കളയിലേക്ക് പോയി. മതി, അവൾ പാതി കുടിച്ചു നിർത്തി. ബാക്കിയുള്ളത് നീലം കുടിച്ചു. നിനക്ക് ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞിട്ട്? അരുൺ പതിയെ നീലനോടായി ചോദിച്ചു. അത് പിന്നെ വേസ്റ്റ് ആവാതിരിക്കാൻ അവനൊരു ചിരിയോടെ പറഞ്ഞു. വേസ്റ്റ് എടുക്കുന്ന നീ ആരാ? കോർപ്പറേഷൻ വണ്ടിയാ? മോനെ അരുണേ, നീലനൊന്ന് നീട്ടി വിളിച്ചു. ഒന്നുമില്ല, ജസ്റ്റ് ഫോർ എ രസം. കുറച്ചു മുമ്പേ ഇത് ഈ ജസ്റ്റ് ഫോർ എ രസം കാണിച്ചതിന് ആവശ്യത്തിന് സാമ്പാർ തന്നെന്ന് നല്ലത് ഓർമ്മയുണ്ടല്ലോ? നീലൻ ഒരു പിറകു ഉയർത്തി ചോദിച്ചു. നല്ലോണം. പുറമൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ഇതൊന്നും മനസ്സിലാവാതെ ഇരിക്കുന്ന അപ്പുവിനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ച് നീലൻ പുറത്തേക്ക് നടന്നു. 3 മണിയോടെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങുന്നതിന് മുമ്പ് താൻ ഇനി മുതൽ പുതിയൊരു അപൂർണയായിരിക്കുന്ന ശപഥം ചെയ്തിട്ടാണ് അവൾ ഇറങ്ങിയത്. എപ്പോഴത്തെയും പോലെ മറ്റുള്ളവർ അവളുടെ കളിയായി അത് ചിരിച്ചു തള്ളി. വീട്ടിലെത്തിയത് നീലനൊന്ന് ഫ്രഷായി ബെഡിലേക്ക് കിടന്നു. കുറച്ചു ദിവസത്തെ ഉറക്കം മൊത്തം ഉറങ്ങി തീർക്കാനുണ്ട്. അപ്പോൾ ഡ്രസ്സ് മാറ്റി നേരെ അടുക്കള ഭാഗത്തേക്ക് നടന്നു. അടുക്കള വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. കുറച്ചു ദിവസം അടിച്ചു വാരാത്തതിനാൽ മുറ്റം മുഴുവൻ ഇലകളാണ്. അവൾ വെറുതെ മുറ്റത്ത് കൂടെ നടക്കുമ്പോഴാണ് അടുക്കള ഭാഗത്തെ വാതിൽ ചാരി നിന്ന് നീലന്റെ വിളി വന്നത്. എന്താ നീല, ഒന്നിങ്ങ് വന്നേ, അവളെ നോക്കി പറഞ്ഞ നീലൻ അകത്തേക്ക് നടന്നു. പിന്നാലെ അടുക്കള വാതിൽ ചാരി അപ്പവും നടന്നു. എന്തേ നീല, വെള്ളം മലവനാ? ബെഡിലിരിക്കുന്നവനോട് ഞാൻ ചോദിച്ചു. ഏയ്, നീ കുറച്ചു നേരം ഇവിടെ ഇരിക്കോ? അവൻ ചെറിയ മടിയോടെ ചോദിച്ചു. എന്റെ നീല, വയ്യേ നിനക്ക്? അപ്പു അവന്റെ കഴുത്തിലും നെറ്റിയിലും തൊട്ടു നോക്കി. ഏയ്, കുഴപ്പമൊന്നുമില്ല. എന്നാ നീ കിടന്നു. ആകെ ക്ഷീണിച്ചു പോയല്ലോ നീ. അപ്പു നീലനെ ബെഡിലേക്ക് കിടത്തി അവന്റെ നെറുകയിൽ തലോടി. നീലൻ കണ്ണുകൾ അടച്ചു കിടന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും അപ്പു എഴുന്നേറ്റ് പോവാൻ നിന്നു. അപ്പോഴേക്ക് നീലന്റെ പിടി അവളുടെ കയ്യിൽ വീണിരുന്നു. പോവല്ലേ പൂർണ്ണ, കുറച്ചു നേരം എന്റെ കൂടെ കിടക്കൂ? നീലൻ അവളോട് ചോദിച്ചതും ബെഡിലേക്ക് പിടിച്ചു കിടത്തുകയും കഴിഞ്ഞിരുന്നു. നീലന്റെ പുതിയ ഭാവം അവളിൽ ചെറിയ പരിഭവം ഉണർത്തിയിരുന്നു. അടുത്ത നിമിഷം നീലൻ അവളെ ഒരു കൈ കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നു. അപൂർണ ഒരു നിമിഷം പകച്ചു പോയിരുന്നു. അവളൊന്ന് അനങ്ങാൻ പോലും പോവാതെ അങ്ങനെ തന്നെ കിടന്നു. എപ്പോഴും ഉറങ്ങിപ്പോയി. ഒന്ന് ഉറങ്ങി എണീറ്റതും അവൾ നീലന്റെ നെഞ്ചിലായാണ് തലവെച്ച് കിടക്കുന്നത് എന്ന് മനസ്സിലായി. അവൾ നീലന്റെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന നീലൻ കാണുന്നത് തന്നെ നോക്കിക്കിടക്കുന്ന അപൂർണയാണ്. അവനൊരു പുഞ്ചിരിയോടെ കുനിഞ്ഞ് അവളുടെ നെറുകയിലെ മോഹിച്ചു. കുറെ നേരം ഉണർന്നിട്ട് അവൻ അതേ പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു. അല്ല ഇല്ല. അവൾ വേഗം നീലിന്റെ മേലിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ച നീലവൻ അവളെ ഇരു കൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് കിടന്നു. നീല, എണീക്കണം. വേണ്ട, എണീക്കണം. വേണ്ട നീ, എനിക്ക് ഉറക്കം വരുന്നില്ല. അതിന് പാര ഉറങ്ങണമെന്ന് പറഞ്ഞ വെറുതെ ഇങ്ങനെ കിടന്നാ മതി. അതെന്തിനാ വെറുതെ? അവനൊന്നുകൂടെ അവളുടെ നെറുകയിലും മോഹിച്ചതും അപ്പോ കണ്ണുമ്മ ചിമ്മതെ അവനെ തന്നെ നോക്കി കിടക്കുമായിരുന്നു. എൻ്റെ ഉറക്കം മാറിയിട്ടില്ല, എണീക്കണവരെ ഇവിടെ തന്നെ കിടന്നോണം, കേട്ടല്ല? അവൻ പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി. നീല വീണ്ടും അവളെ ചുറ്റിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു. അത് കണ്ട അപ്പുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളൊരു കൈ കൊണ്ട് നീലനെ
ചുറ്റിപ്പിടിച്ച് നീലന്റെ നെഞ്ചിൽ തല തേച്ച് കിടന്നു. ഇപ്പോൾ ആ ഹൃദയമെടുപ്പ് പോലും തനിക്ക് വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ പഴയ ചില ഓർമ്മകൾ അവളുടെ മനസ്സിൽ അസ്വസ്ഥമാക്കി. നീലനോടെല്ലാം തുറന്ന് സംസാരിക്കാൻ അവൾ ഉറപ്പിച്ചു. ഓരോ നാലാഴ്ച കിടന്ന് അപ്പോൾ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. പിന്നീട് എണീക്കുമ്പോൾ നീലൻ അടുത്തുണ്ടായിരുന്നില്ല. അവൾ കണ്ണ് ചിമ്മി തുറന്നെണീറ്റു. ബാത്റൂമിൽ പോയി ഫ്രഷായി വരുമ്പോൾ നീലൻ ഉമ്മറത്തിരുന്ന് ബുക്ക് വായിക്കുന്നുണ്ട്. വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരെ സന്ധ്യ കഴിഞ്ഞിരുന്നു. എണീറ്റോ? ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കുടിക്കേ. നീലം പറഞ്ഞത് അവൾ അടുക്കളയിലേക്ക് നടന്നു. ഗ്ലാസ് ചായയുമായി ഉമ്മറത്തിന് നീലിന് നേരെയിരുന്നു. നീ കുടിച്ചോ നീല? അവൻ ബുക്കിൽ നോക്കി തന്നെ ഒന്ന് മൂളി. നിന്നെ വേണോ? തൻ്റെ ഗ്ലാസ് നേരെ നീട്ടി അപൂർണ ചോദിച്ച നീലൻ തല ഉയർത്തോളം നോക്കി. ശേഷം താനിരിക്കുന്ന ചെയറിൽ അവൾക്ക് അടുത്തേക്ക് നീക്കിയിട്ട് ഇരുന്ന് അവൻ നീട്ടിയ ഗ്ലാസ് വാങ്ങി ഒന്ന് സിപ്പ് ചെയ്തു. ശേഷം അവളുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തു. അപ്പോൾ അത് വാങ്ങി കുടിച്ചു. നീല വീണ്ടും ബുക്കിലേക്ക് നോക്കി വായിക്കാൻ തുടങ്ങി. വളരെ പതിയാണ് വായിക്കുന്നത്. ഒരു കൈയിൽ പെൻസിൽ കറക്കി മറു കൈ തലയ്ക്ക് താങ്ങിയാണ് ഇരിപ്പ്. തിന്നയ്ക്ക് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന കാലുകൾ വായിക്കുന്നതിനനുസരിച്ച് ആടുന്നുണ്ട്. നീലൻ തന്നെ നോക്കിയിരിക്കുന്ന അപ്പൂനെ നോക്കി ചോദിച്ചു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അവളൊരു പരിഭ്രമത്തോടെ പറഞ്ഞു തുടങ്ങി. എന്തേ? നീലൻ അവൾ പറയുന്നത് കേൾക്കാനേ ശ്രദ്ധയോടെ ഇരുന്നു. എനിക്കൊരാളോട് ഇഷ്ടമുണ്ടായിരുന്നു. എന്നിട്ട് താടിക്ക് കൈയും കൊടുത്തോണ്ട് ഒരു പ്രത്യേക ഭാവവ്യത്യാസം ഇല്ലാതെ നീലൻ ചോദിക്കുന്നത് കേട്ട് അവൾക്ക് ദേഷ്യം വന്നിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞ പ്രണയം. മനസ്സിലായി, ബാക്കി പറ. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എനിക്ക് ഇഷ്ടമാണ് അയാളോടൊന്ന്. എനിക്ക് ദേഷ്യമായിരുന്നു. എപ്പോഴും എന്നിങ്ങനെ വഴക്ക് പറയും, ഉപദേശിക്കും. എനിക്കതൊക്കെ ദേഷ്യമായിരുന്നു. നീ ഇത് എന്തൊക്കെ ഈ പരസ്പര ബന്ധമില്ലാണ്ട് പറയണേ? നിനക്ക് ശരിക്കും ദേഷ്യമായിരുന്നു സ്നേഹമായിരുന്നോ? നീലൻ ചോദിച്ചു. എനിക്കത് അറിഞ്ഞൂടാ നീല, പക്ഷെ അതും അത് കണ്ടുപിടിച്ചു. എനിക്ക് അയാളോട് ഇഷ്ടമാണെന്ന്. പക്ഷെ അപ്പോഴേക്ക് അയാളുടെ കല്യാണം ഉറപ്പിച്ചു. എന്നിട്ട് ആ കല്യാണം മറ്റൊരു പ്രശ്നത്തിന്റെ പേര് മുടിങ്ങിപ്പോയി. എന്നിട്ട് കുന്താ. നിനക്കത് ആരാന്നറിയണ്ടേ? നിർബന്ധമില്ല. അതെന്താ അങ്ങനെ? നീ അറിയണ അതാരാന്ന്? ഓ, എന്നാ പറ. അത് പിന്നെ അത് ഞാനാണ് എന്നല്ലേ നീ സ്നേഹിച്ചിരുന്നത്? നീലം പറയുന്നു കേട്ട് അവളുടെ മുഖത്ത് ഒരത്ഭുതം നിറഞ്ഞു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.